ലോകത്തിൻ്റെ തന്നെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ ഒരു ചിത്രമാണിത്. 1993 സുഡാനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിന് ഏകദേശം 1 കിലോമീറ്റർ അകലെ വെച്ച് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായ ഒരു വെള്ളക്കാരൻ പകർത്തിയ ചിത്രമാണിത്. പട്ടിണി മൂലം ജീവൻ കൈവിട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് അഭയാർത്ഥി ക്യാമ്പിനെ ലക്ഷ്യമാക്കി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ കുഞ്ഞ് ഒന്ന് മരിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന ശവന്തീനിയായ ഒരു കഴുകൻ ഈ കുഞ്ഞിനെ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. 1994 ജേർണലിസത്തിന് ഈ ലോകം നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായ പുലിറ്റ്സർ പ്രൈസിന് ഈ ചിത്രം അദ്ദേഹത്തെ അർഹനാക്കി. പുലിറ്റ്സർ സമ്മാനം അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ വന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിയെന്നാണ് നമുക്ക് അറിയുവാൻ സാധ്യമായിത്തീരുന്നത്. അദ്ദേഹം തൻ്റെ മനസ്സിനോട് ഇങ്ങനെയാണ് ചോദിച്ചത്: ഈ കുഞ്ഞിനെ കൊത്തിപ്പറിച്ചു കളയുവാൻ, ഇതൊന്ന് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മാംസം തിന്നുവാനായി നോക്കി നിൽക്കുന്ന ഈ കഴുകനും ഈ കുഞ്ഞിൻ്റെ വേദനയുടെ ഈ ചിത്രം ഒപ്പിയ താനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസാക്ഷിയിൽ വേദന പൂണ്ട അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ തൻ്റെ കാറിൽ വെച്ച് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് അദ്ദേഹം പുലിറ്റ്സർ പ്രൈസിനെ നോക്കി മരിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ഒരു വശത്ത് അദ്ദേഹം അനേക കറുത്ത വർഗ്ഗക്കാരുടെ വേദനയെ തൻ്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്തു. എന്നാൽ കെവിൻ കാർട്ടറുടെ ഹൃദയത്തിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കനലിൻ്റെ അഗ്നിപർവ്വതത്തിൻ്റെ പടമെടുക്കുവാൻ ആർക്കും സാധ്യമായില്ല. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത്, നമ്മളുടെ ജീവിതം അവസാനിക്കുന്നുവെന്ന് നമ്മൾ തോന്നുമ്പോൾ, നമ്മളെ ആകമാനം അറിയുന്ന ഒരു ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മളെ നോക്കുന്നു, നമ്മളെ അറിയുന്നു, നമ്മളെ ഉള്ളതുപോലെ അറിയുന്നു എന്നുള്ള ബോധ്യം നമുക്കില്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവനോടുകൂടെ ഇരിക്കുവാൻ പ്രയാസമാണ്. ഈ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദങ്ങൾ എന്താണെങ്കിലും, ഈ ഭൂമി മുഴുവനും നമുക്ക് എതിരായി വന്നാലും, ഈ ഭൂമിയിലെ മഹാസമുദ്രങ്ങൾ മുഴുവനും നമുക്ക് എതിരായി ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ജീവിതം ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ കണ്ണുനീരൊപ്പുക മാത്രമല്ല ചെയ്യേണ്ടത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ബോധ്യവും വിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തലമുറയിൽ നമുക്ക് സർവൈവ് ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. ആത്മഹത്യയല്ല പരിഹാരം. നമ്മുടെ ജീവിതം നമ്മുടെ കരങ്ങളിൽ എടുക്കാതെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നൽകിയാൽ ദൈവം പറയുന്ന സമയം വരെ ഈ ഭൂമിയിൽ ധൈര്യത്തോടുകൂടെ ജീവിക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാകും. ആകയാൽ ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. ആരാണ് ദൈവമെന്ന് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിലൂടെ നമ്മൾ ജീവിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ വേണം.